കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. എല്ലാ പൂജകളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പൊന്നു ഗുരുവായൂരപ്പൻ്റെ പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഒരു കുഞ്ഞിഷ്ടം, ചെറിയൊരു ഉണ്ണി, 1 വയസ്സുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ നിൽക്കണതാണ്. അത്ര ചെറിയൊരു ഉണ്ണിയാണ് ശ്രീലകത്ത് ചാർത്തിരിക്കുന്ന കളഭം കൊണ്ട് കേട്ടോ. ആ കുഞ്ഞി കാലുമേൽ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞി തട്ട് പോലുള്ള ഒരു കിങ്ങിണി അരയിൽ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള പുലിനഖം, പല നീല നിറത്തിലുള്ള ഒരു പുലിനഖമാല പോലത്തെ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് വളയം പോലെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ്റെ വലത്തേ കയ്യിൽ ഒരു വെണ്ണൂർല, ഇടത്തേ കയ്യിൽ ഒരു ഓടക്കോഴ. ആ ഓടക്കോഴിന് രസമുണ്ട്. ഓടക്കോഴ മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. അങ്ങനെ മിടുമിടുക്കനായിട്ട് ചെറിയൊരു കുഞ്ഞീഷൻ. യശോദമ്മ അപ്പം അങ്ങോട്ട് വെണ്ണൂറിലെ കയ്യിൽ കൊടുത്തിട്ടുള്ളൂ. ആ വെണ്ണൂറിലെ പിടിച്ച് നല്ല ആനന്ദത്തിലാണ് പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കണം കേട്ടോ. നല്ല കൗതുകമുണ്ട് കാണാൻ. 2 തോളത്ത് സ്വർണ്ണഗോപികളൊക്കെ വെച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റീമിൽ ഒരു സ്വർണ്ണഗോപി വെച്ചിട്ടുണ്ട്. കുഞ്ഞു മുഖം, നല്ല കൗതുകത്തിൽ പാൽപ്പുഞ്ചിരി എന്നൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയായുള്ള ചിരിയോട് കൂടിയിട്ടാണ് പൊന്നുണ്ണിക്കണ്ണൻ നിൽക്കുന്നത് കേട്ടോ. നല്ല കൗതുകമുണ്ട് കാണാൻ. ആ വെണ്ണയും മുടക്കുകളൊക്കെ യശോദമ്മ കയ്യിൽ കൊടുത്തപ്പോൾ ആനന്ദത്തിലാണ് പൊന്നുണ്ണിക്കണ്ണൻ. കണ്ടാൽ നമുക്കും ആനന്ദം കേട്ടോ. അത്ര രസമായിട്ടാണ്. പൊന്നിൻകിരീടം ചാർത്തിയിട്ടൊരു ചെറിയ ഭംഗിയുള്ളൊരു പൊന്നിൻകിരീടം. ആ പൊന്നിൻകിരീടത്തിൻ്റെ മുകളിൽ 3 തിരുമുടി മാലകൾ. ഒരു വെളുത്ത തിരുമുടി മാല, അതിൻ്റെ നടുവിൽ വെള്ളയും ചുവപ്പായിട്ട് നടുവിൽ കുറച്ച് തുളസിപ്പൂവായിട്ട് അങ്ങനെ ഒരു തിരുമുടി മാല. അതിൻ്റെ മുകളിൽ വീണ്ടും വെളുത്ത അന്തരോട്ടപ്പൂവിൻ്റെ തിരുമുടി മാല. കഴുത്തിൽ നല്ല ഭംഗിയുള്ള തടിച്ചുരുണ്ട ഉണ്ടമാല. ചെറിയ ഉണ്ണിക്കണ്ണന് ചാർത്ത അത്രയും തടിച്ചുരുണ്ട ഉണ്ടമാല. ഉണ്ണി ചെറിയ ഉണ്ണിക്കണ്ണനാണ്. ആ ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം, പിന്നെ തുളസി തെച്ചി കുറച്ച് നല്ലോണം, പിന്നെ തുളസി, പിന്നെയും വെളുത്ത പൂക്കൾ ധാരാളം. അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിരിക്കുന്നത്. അതുപോലെ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വെളുത്ത താമരയോടുള്ളൊരു ഉണ്ടമാല. അതിൻ്റെ ഉള്ളിൽ തെച്ചിയും തുളസിയായിട്ടൊരു ഉണ്ടമാല. ബാക്കിയെല്ലാം 2-4 എണ്ണം കണ്ണന് പ്രിയപ്പെട്ട തുളസി കൊണ്ടുള്ള ഉണ്ടമാലകൾ. ഇഷ്ടപ്പെട്ട അതിന് 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ കുഞ്ഞികൃഷ്ണനെ കാണാൻ നല്ല കൗതുകമാണ്. നമുക്ക് സന്തോഷവും കണ്ടത് അത്ര വാരി എടുക്കാൻ തോന്നും. അത്ര കണ്ട് കൗതുകം വരും. വെടുക്കാനൊരുണ്ണി ആ വെണ്ണൂറിലെയും മുടക്കോളം പിടിച്ച് കണ്ടാൽ അങ്ങനെ നിൽക്കണ ഇപ്പം തന്നെ ഇരിക്കുമോ തോന്നും. നിന്ന് തുടങ്ങിയിട്ടേ തോന്നും. അങ്ങനെ നിപ്പ് കണ്ടാൽ അത്ര ചെറിയൊരു ഉണ്ണി. നല്ല കൗതുകം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. പോയാലുടൻ കാണണമെന്നു തോന്നും, കണ്ടാലുടൻ പുൽകണമെന്നു തോന്നും, പൂണ്ടാലുടൻ കേശവ നമ്മൾ തൻ്റെ മെയ് രണ്ടും ഒന്നാവണമെന്ന് തോന്നും. ഗുരുവായൂരപ്പ തൻ കോമളച്ചുണ്ടുകൾ എൻ്റെ കാതിൽ തെല്ലൊന്നമർത്തി കിറിണിപ്പെടുത്തി കുട്ടിക്രൂ എന്നുള്ള മിഷേണ കൃഷ്ണൻ കുട്ടിത്തമായി താരകമോതിടേണം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നോടൊക്കെ വെണ്ണ കയ്യിൽ പിടിച്ചിട്ട് നല്ല കൗതുകത്തിലുള്ള ചെറിയൊരു ഉണ്ണി. നമ്മുടെ മനസ്സിലിങ്ങനെ വെച്ചാൽ വാരി എടുത്ത് നോക്കാം. അത്ര നല്ല രസമായുള്ളൊരു ഉണ്ണിക്കണ്ണൻ ആ ശ്രീലകത്തോട്ടോ. ആ ഉണ്ണിക്കണ്ണനെ കണ്ടാൽ മതിയാവില്ല. ആ നെഞ്ചിരുവടി, ആ തങ്കക്കുടം, എല്ലാവരും തങ്കക്കുടം പോലെ തന്നെയാണ് നിൽക്കണം. അത്ര രസമായിട്ട് ആ തങ്കക്കുടത്തിൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. 2 തൃപ്പാദം മുറുകെ പിടിക്കാൻ ചെറിയ കുഞ്ഞിക്കാലുകൾ, കുഞ്ഞുണ്ണിയല്ലേ കുഞ്ഞിക്കാലുകൾ. ആ കുഞ്ഞിക്കാലുകൾ 2 മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കിയാൽ എന്താ ആനന്ദം. ഭക്തന്മാരായ നമ്മളെ കണ്ടാലുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. പ്രത്യേകം നമ്മളോട് ശരിക്കും കണ്ണൻ ഓരോ ഭക്തനോടും പ്രത്യേകം. അങ്ങനെ അത്രയും സന്തോഷത്തോടു കൂടിയാണ് നിൽക്കണത്. ആ പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരി തൂക്കി, നല്ല പാലൊളി പുഞ്ചിരി, നല്ല രസമായിട്ട് പുഞ്ചിരി കാണാൻ. കരുണാർദ്രമായ കടാക്ഷം, ഇതൊക്കെയല്ലേ വേണ്ടത് നമുക്ക്. പൊന്നുണ്ണി കണ്ണൻ്റെ അടുത്ത് എത്തിയാൽ ഇതെല്ലാം ഉണ്ട് ആ ശ്രീലകത്തേക്ക് നോക്കിയാൽ. അങ്ങനെ ആ പൊന്നുണ്ണി കണ്ണനെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം നോക്കി, ആ തങ്കക്കുടത്തിൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. ആ നാഥൻ, ലോകൈകനാഥൻ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കണത്. നാമം ജപിക്കല്ലേ ഓർക്കെ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.